കണ്ടോ എന്താണെന്ന്? നിങ്ങളുടെ വായി വെള്ളം വന്നില്ലേ? അതുപോലെ ഇത് കാണുന്ന എല്ലാവരുടെയും വായി വെള്ളം വരും അല്ലേ? അത്രയ്ക്ക് നമുക്കങ്ങോട്ട് എന്നാ പറയാം, ഇത് കണ്ടാൽ പിന്നെ തിന്നാതെ പറയാൻ പറ്റില്ല. അതേ അവസ്ഥയിലാക്കുന്നൊരു സാധനമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇത് തീരെ ചെറുത് 2 ദിവസം കൂടെ മുമ്പിൽ ഇത് അച്ചാർ ഇടേണ്ടതായിരുന്നു. പക്ഷേ അന്നേരം മഴയൊക്കെ വന്നു, പെട്ടെന്ന് വളരുകയും ചെയ്തു. എന്നാലും ഞാൻ അതിൽ ചെറുത് നോക്കി കുറച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഉപ്പിലിടാം. ഇത് വെളുപ്പിച്ചാണ് ഉപ്പിലിടുന്നത് കേട്ടോ. ഇതിൻ്റെ വലിപ്പമൊന്നും വെള്ളം പറ്റിക്കുന്നൊന്നുമില്ല. എങ്ങനെയാണെന്ന് കാണാം. എൻ്റെ കയ്യിൽ എന്തായിരിക്കുന്നതെന്ന് ഞാനൊരു ചട്ടിക്കകത്ത് ഇത് ജലാംശമൊക്കെ കളഞ്ഞ് കഴുകി തുടച്ചെടുത്തിരിക്കുന്നതാണ് ഇലിപ്പിക്ക. ഇത് നമുക്ക് ഉപ്പിലിടാൻ ആദ്യം നല്ലൊരു ഉണങ്ങിയ പാത്രത്തിലേക്ക് ഇത് മാറ്റണം. അപ്പം ഞാനൊരു ഭരണി, ഇലിപ്പിക്ക എത്ര ആയാലും പൂത്തൊന്നും പോയല്ലാത്ത, അപ്പോൾ ഒരു ഇതുപോലെ തന്നെ ഒരു ഭരണി, ചില്ല് ഭരണിയാണ്, കഴുകിയെടുത്തിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമുക്ക് ഇതിനെ മാറ്റാം. ഉപ്പ് നീര് വെള്ളം തിളപ്പിച്ചിട്ട് അതിനകത്ത് ഉപ്പ് പൊടിയിട്ട് പോരായി വന്നാൽ നമുക്ക് വീണ്ടും ഉപ്പിട്ട് കൊടുക്കാം. ഈ ഭരണിക്കൊരു അരഭരണി വരുന്ന പോലെ നമ്മൾ ഈ തിളച്ച വെള്ളം അങ്ങ് ഒഴിക്കുകയാണ്. പച്ച ഇലിമ്പിക്കായക്കിലേക്ക് ഒഴിക്കുന്നത് കൊണ്ട് ഭരണിക്കൊന്നും സംഭവിക്കില്ല. അപ്പം ഇത് തിളച്ച വെള്ളമായിരുന്നു, നിർത്തി വെച്ചാണ്. ഉപ്പിട്ട് കഴിഞ്ഞിട്ട് ഉപ്പിടുമ്പോൾ അതിൻ്റെ കൂടുതലോ 100 ഡിഗ്രിയിൽ തിളക്കില്ല. ഉപ്പിട്ട് കഴിഞ്ഞാൽ സാധാരണ നോർമൽ വാട്ടർ 100 ഡിഗ്രി തിളയ്ക്കും. പക്ഷെ ഉപ്പിട്ട് കഴിയുമ്പോഴത്തേനും അത് 100 കഴിഞ്ഞ് വീണ്ടും തിളയ്ക്കണമെങ്കിൽ അപ്പോൾ അത് കുറച്ച് സമയം കൂടെ അതുകൊണ്ട് എടുക്കും. ഇപ്പം നമുക്കത് തിളയ്ക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ഭരണി വരുന്നത് പോലെ ഒഴിക്കണം. ഇതെല്ലാം ഇലിമ്പിക്കായയിൽ നനഞ്ഞ് ഇറങ്ങി പോകുന്നത്. അപ്പം അത് കഴിഞ്ഞിട്ട് വെള്ളം കയറി വന്നോളൂ. കണ്ടോ? അതെല്ലാം നല്ല കളറ് മാറി വന്നിട്ടുണ്ട് 2 മണിക്കൂർ കൊണ്ട്. ഇനി നമുക്കിത് അച്ചാറിടാം. അപ്പോൾ അതിന് നമുക്കൊരു പൊടി തയ്യാറാക്കണം. വെളുപ്പിച്ചാണ് ഇടുന്നത്, അതുകൊണ്ട് വത്തലമുളകും അച്ചാർ പൊടി ഉണ്ടാക്കണം. നമ്മൾ തന്നെ ഒരു പൊടി ഉണ്ടാക്കുക. അപ്പോൾ അതിനായിട്ടൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചു. ഇലിമ്പിക്കാൻ നല്ല പുളിയല്ലേ? അപ്പോൾ നമുക്ക് 1 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവയുടെ ടേസ്റ്റ് ഇലിമ്പിക്കയ്ക്ക് നല്ല അടിപൊളിയാണ്. ഇനി ഇടുന്നത് കടുക് കുറച്ച് നമ്മൾ എണ്ണയ്ക്കകത്തിടുന്നുണ്ട്. അതുകൊണ്ട് കുറച്ച് കടുക്, ഉലുവയുടെ ഒപ്പം ഇടുന്നുള്ളൂ. സാധാരണ അച്ചാർ പൊടി ഉണ്ടാക്കുകയാണെങ്കിൽ കായും ഉലുവയും കടുകും കൂടെ പൊടിക്കുമ്പോൾ കൂടുതലിടുന്നത് കടുകാണ്. ഇത് കടുക് ഒത്തിരി ഇട്ടാൽ കളർ മാറിപ്പോവും. ഇനി നമുക്ക് വേണ്ടത് കായപ്പൊടിയാണ്. അത് നമുക്ക് എണ്ണയ്ക്കകത്തിട്ടാലും മതി. ഇനി കാന്താരിപ്പൊടിയാണ് ചേർക്കുന്നത്. അപ്പോൾ നമുക്ക് കാന്താരി മുളക്, ഉണക്ക കാന്താരി മുളക്, പച്ച കാന്താരിയാണ്, മുഴുവനോടെ ഇട്ടാൽ മതിയായിരുന്നു. ഇതിപ്പം വേനൽക്കാലമല്ലേ, കിട്ടാൻ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ കാന്താരി മുളക് ഉണങ്ങിയിരിക്കുന്നതാണ്, വെറുതെ ഒന്ന് ചൂടാക്കുന്നേ ഉള്ളൂ. തീ കുറച്ച് വെച്ചൊന്ന് ഇളക്കി ചൂടാക്കാം. ഇതൊന്ന് പൊടിച്ചുകൊണ്ട് വരും. ഇനി തീ കത്തിച്ചു കൊടുക്കാം. വറുത്ത പാത്രം ഇതിനകത്ത് വെള്ളമൊന്നും ഇല്ലല്ലോ. അപ്പോൾ എണ്ണ ഒഴിച്ചു കൊടുക്കാം. നല്ല എണ്ണയാണ്. ഒരു തുടം അല്ലെങ്കിൽ നല്ല രീതിയിൽ ഇതിൻ്റെ മുകളിൽ ഇച്ചിരി എണ്ണ കിടക്കാൻ പാകത്തിനും സാധനങ്ങൾ പൊട്ടി മൂത്ത് വരാൻ പാകത്തിനുള്ള എണ്ണ വേണം. അപ്പം ആദ്യം പൊടിച്ചാണെപ്പോലും 5-6 ഉലുവ ഇട്ടു. ഇച്ചിരി അധികം കടുകിടണം, ഇല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഇലിമ്പിക്ക 1 വർഷമൊക്കെ ഇരിക്കണ്ടേ.
അലിഞ്ഞു പോകും. അപ്പം നന്നായിട്ട് കടുകിടണം. പൊട്ടി വന്നിട്ടുണ്ട്. ആ എണ്ണയ്ക്ക് ഉലുവയുടെ ഒരു രുചി വരാൻ മാവത്തിന് ഇനി നമുക്ക് കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. അത്രയും തന്നെ ഇഞ്ചി. എരിവ് കൂടുതൽ വേണ്ടവർക്ക് ഇടയ്ക്കൊന്ന് ഞെക്കി ചതച്ച് കൂട്ടാൻ ഒരു 5-6 കാന്താരി മുളക്. നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കായവും കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. കായം ഇത് ഒരു 1/2 ടീസ്പൂണിന് മീതെ ഇട്ടിട്ടുണ്ട്. കായത്തിൻ്റെ ഉലുവയുടെയും പൊടി ടേസ്റ്റ് നന്നായിട്ട് വരട്ടെ. ഇനി നമുക്ക് കുരുമുളക് പൊടി, അതും കായപ്പൊടിയേക്കാൾ കൂടുതലുണ്ട്. ഒരു ടീസ്പൂൺ വാങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഉലുവ, കടുക്, കാന്താരി പൊടിച്ചിടാം. ഒരല്പം മഞ്ഞൾപ്പൊടി, തീരെ വെളുത്തിരിക്കാതിരിക്കാം. പണി തീർന്നു. ഇനി നമുക്ക് ഇത് അതിനകത്തേക്ക് തീ കെടുത്തിയിട്ടിടുവോ, അല്ലെങ്കിൽ ഇത് പാത്രത്തിലേക്ക് ഇലിമ്പിക്കയുടെ മുകളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഇളക്കിയാൽ മതി. ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ച് ഇളക്കിയാൽ മതി. പിന്നെ നമുക്ക് എല്ലാം നന്നായിട്ട് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിനകത്തോട്ട് കുടഞ്ഞിടാം. അല്ല പാത്രം വലിയ ഭരണിയായിരുന്നു, ചീന ഭരണിയായിരുന്നെങ്കിൽ നമുക്ക് അതിനൊരു പാത്രം ഉണ്ടെങ്കിൽ ഇത് അതിനകത്തോട്ട് ഇളക്കിയാൽ മതിയായിരുന്നു. ഒരു തവിക്കണങ്ങൾ ഇതിനകത്ത് തന്നെ ഒഴിച്ച് കൊടുക്കണം. ഉപ്പുണ്ടോയെന്നും നോക്കാം. പൊടികൾക്ക് നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു. നമ്മുടെ ഒരു വ്യത്യസ്തമായ സ്വാദിലുള്ള ഇലിമ്പിക്ക അച്ചാർ റെഡിയായി. ഇതിൻ്റെ അറപ്പെ കുറച്ച് പൊടി ഉണ്ടായിരുന്നു കേട്ടോ, നല്ല നൈസായിട്ട് നമുക്കതിനെ കളയണേ. ഈ പൊടി അരിക്കാൻ ചാറിന് നല്ല കൊഴുപ്പ് വരുത്തുന്നുണ്ട്. നമുക്കൊന്ന് തൊട്ട് നോക്കാം. ഉപ്പുണ്ട്, എരിവുണ്ട്, കായത്തിൻ്റെ ഒരുപാട് ടേസ്റ്റ് ഉണ്ട്. ഒരു കഷണം എടുത്ത് തിന്ന് നോക്കിയാലേ എത്ര ഉപ്പ് പിടിച്ചിട്ടുണ്ടെന്ന് അറിയാൻ പറ്റുള്ളൂ. ഉപ്പ് കുറവാണെങ്കിൽ നമുക്ക് പിന്നെ ഇട്ട് കൊടുക്കാം. ഇപ്പം നല്ല ഉപ്പുണ്ട്. അപ്പം നമ്മുടെ സ്വാദിഷ്ടമായ വ്യത്യസ്തമായ രീതിയിലുള്ള ഇലിമ്പിക്ക അച്ചാർ റെഡി ആയിട്ടുണ്ട്. ചില സ്ഥലത്ത് വേറെ പേരൊക്കെ ആയിരിക്കും പറയുന്നത്, ഇരുമ്പൻ പുളിയെന്നോ ഇലുമ്പൻ പുളിയെന്നോ ഇങ്ങനെയൊക്കെ. എങ്കിലും നമുക്കിത് നല്ല ഭരണിയിൽ അടച്ച് സൂക്ഷിച്ചാൽ 1 വർഷമായാലും ഇത് അലിഞ്ഞു പോകുകയില്ല. എന്നാൽ നമ്മൾ ഒരു പാത്രത്തിലെടുത്ത് നോക്കുമ്പം നമുക്കത് ഇതിപ്പോൾ വേവിച്ചൊന്നുമില്ലല്ലോ, നമ്മൾ ആ ചൂടുവെള്ളം ഒഴിച്ചതല്ലേ ഉള്ളൂ. എന്നാൽ പോലും ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ കണ്ടോ മുറിച്ച് കൂട്ടാം. ഇതേപോലെ തന്നെ ഇരുന്നോളൂ. ഇത് 1 വർഷം കഴിഞ്ഞാൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. നന്നായിട്ട് ഉപ്പ് പിടിച്ചിട്ടില്ല എങ്കിൽ പോലും നല്ല ടേസ്റ്റാണ്. ചക്ക വേവിച്ചതോ പഴയ കഞ്ഞിയോ എന്തിനു വേണമെങ്കിലും നമുക്ക് കൂട്ടാം. അപ്പം നമ്മുടെ സ്വാദിഷ്ടമായ വീഡിയോ അപ്പം തീർന്നു. എല്ലാവരും ട്രൈ ചെയ്യണം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും എനിക്കറിയാം. ഇതിൻ്റെ ഇപ്പോൾ കിട്ടിയ ഒരു കഷ്ണം കഴിക്കാൻ പാകത്തിന് എല്ലാവരും നോക്കിയിരിക്കണമെന്നറിയാം. അപ്പം എല്ലാവരും ട്രൈ ചെയ്യണം. മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ. വീഡിയോ കണ്ടതിന് നന്ദി.
ഇനി ഇത് തണുത്ത് കഴിയുമ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് തിരിച്ചു കോരിയിട്ട് അടച്ചു വെക്കാം. ഇനി ഒരു പാത്രത്തിലായിട്ട് വേണ്ടെങ്കിൽ ഒരു ചെറിയ പാത്രത്തിലും ബാക്കി ഇതിനകത്ത് ഇട്ട് വെച്ചിട്ട് ഒരെണ്ണം തീർന്നു കഴിയുമ്പോൾ ഒരെണ്ണം എടുക്കാം. 2 പാത്രത്തിലാക്കി, ഒന്ന് ആദ്യം എടുക്കാൻ വേണ്ടി ഒരു ചെറിയ പാത്രത്തിലും ബാക്കി നമ്മുടെ വലിയ ഭരണിയിലും, അങ്ങനെ 2 ഭരണിയിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വലിയ ഭരണിയിലേത് സീൽ ചെയ്ത് വയ്ക്കാം, മറ്റേത് ഇപ്പം കൂട്ടാനായിട്ട് എടുക്കാം.